എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാകട്ടെ വിഷുപ്പലം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിഷു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ വരാദ്യോലെയും വന്നതുപോലെ കണക്കാക്കി അപ്പം വിഷുവിനെ കൊണ്ടാടുകയാണ്. അപ്പം വിഷുപ്പലം എല്ലാവർക്കും നല്ല ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഫലമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് പച്ചമുളക്, വയലറ്റ് മുളക്, 5-8 ജാതി മുളയെ നമ്മൾ കയ്യിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വയലറ്റ് മുള. ഇത് വയലറ്റായി ഇതൊരു പച്ച കളറായി പിന്നെ ഒരു ചുവപ്പ് കളറായി മാറുന്ന മുളകാണ്. അതുപോലെ തന്നെ ഇതൊരു കറുപ്പ് നിറമായി ചുവപ്പ് നിറമായി മാറുന്ന വേറൊരു മുളകാണിത്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ കയ്യിൽ കൊടുക്കും. ഇതാണ്ട് നിങ്ങൾ കയ്യിൽ കൊടുത്ത് കെട്ടിക്കൊടുത്താൽ കാറ്റത്തും മയത്തും ഒന്നും ആകില്ല. അപ്പോൾ നമ്മൾ ഒരു 10-20 സഞ്ചികളിൽ നമുക്ക് ആക്കി വെച്ചാൽ നല്ല വരുമാനങ്ങളാണ്. ഓരോന്നും ഒരു 200 ഗ്രാം ഇത് പറിച്ച് കൊണ്ടുകൊടുത്താലും നമുക്കൊരു 10 എണ്ണത്തും അത് 2 കിലോ 3 കിലോ മുള ശരാശരി കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒരു അടുക്കളത്തോട്ടം തന്നെയാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം ഇത് നല്ലൊരു വരുമാനമാക്കി മാറ്റാം. സഞ്ചികളിലാണ് ഇതിപ്പോൾ നമ്മൾ ഇട്ടാക്കിയിരിക്കുന്നത്. എന്നിപ്പോൾ ഒരു 10-20 എണ്ണം സഞ്ചിയിലാക്കി വെക്കും. വയലറ്റ് കളർ, അതുപോലെ തന്നെ ചെറുതാതി ചീരോപ്പറങ്കിയൊക്കെ നമ്മൾ വയലറ്റാക്കി കളറാക്കി എടുത്തിട്ടാണ് ഇതിപ്പം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കായൽ കൊടുക്കുന്നതാണ്. ഓരോന്നിനും കായലും കൊടുക്കുക. പിന്നെ വേണ്ടി വെച്ചാൽ നമ്മൾ ചാണകം കലക്കി ഒഴിക്കുക. ഞാൻ രാസവളം ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുളക് കൃഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പം 10-40 മേരട് ഇവിടെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നിങ്ങളും കൃഷി ചെയ്തിട്ട് നല്ല ഐശ്വര്യമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് വിജയിക്കുക. ചിലപ്പോൾ കൃഷി തന്നെയായിരിക്കണം എല്ലാത്തിനും ഒരു പരിഹാര മാർഗം. നമ്മൾ പയറ് കൃഷിയും വലിയ നീട്ടുള്ള പയറ് കണ്ടു നിങ്ങളിതാ വലിയ നീട്ടുകൾ ഇത് കളിക്കുന്നത്. ഇത് നമുക്ക് സഞ്ചിയിലും കൃഷി ചെയ്യാം. ഒരു 10 സഞ്ചി 5 സഞ്ചിയിൽ ഒരു 10-25 സഞ്ചിയിലെല്ലാം ഇങ്ങനത്തും വെച്ചിട്ട് അല്ലാണ്ട് നമുക്ക് പറമ്പ് കൊണ്ട് വെച്ചിട്ട് ഒരു 10 തടയിലുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലോണം കൃഷി ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഒക്കില്ല. പയറ് കൊണ്ട് നല്ലോണം ഒക്കുക. നമുക്ക് പയറ് കൃഷി നല്ലോണം എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചാൽ ഇതൊന്നും സ്ഥലമാണൊന്നുമില്ല. 1 സെൻറ്റും 2 സെൻറ്റും എല്ലാം പുരേൻ്റെ അടുത്ത് നമുക്ക് വാർപ്പിൻ്റെ മുകളിൽ നമുക്ക് പന്തലിട്ടിട്ട് ഞാൻ ഇത് വാർപ്പിൻ്റെ മുകളിൽ ഒരുപാട് കൃഷി ചെയ്തിട്ട് വലിയ പയറുകൾ കൃഷി ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും പയറ് കൃഷി ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ സഞ്ചിയെല്ലാം ചെയ്യാം പറമ്പിൽ. അപ്പോൾ പയറ് രണ്ടങ്ങൾ ഇതാ ഇങ്ങനത്തെ വിത്തുകൾ കണ്ടോ, ഇങ്ങനത്തെ വിത്താണ് നമ്മൾ. അതുപോലെ തന്നെ ഇതാ എല്ലാ വിത്തുകളും ഇപ്പോൾ ഇങ്ങനത്തെ വിത്തുകൾ നമ്മളിപ്പോൾ പിന്നെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ചാണകപ്പൊടിയാണ് ഒരു പ്രധാനം, ജൈവവളമാണ് നമുക്ക് പ്രധാനം. ജൈവവളം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പയറ് കൃഷി നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു വിത്ത് നമ്മൾ ആത്തിയ പൊടിക്കലിനല്ല വിളവിന് തന്നെ വളരെ മോശമാണ്. വിളവ് തന്നെ ഉണ്ടാവില്ല. വിത്ത് ആത്തർ നമുക്ക് ഒരു വിത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് വെക്കുമ്പോൾ ഈ കൈൻ്റെ വിരലിൽ എവിടെ ഇതാ ഇത് കണ്ടില്ല നിങ്ങൾ, ഈ കൈൻ്റെ അടി വരെ ഇവിടെ ഒരു സാധനം ഉണ്ട് കൈ. നമുക്ക് ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഇതാ ഇത്ര മാത്രമേ നമ്മൾ വിത്താക്കാവൂ. അപ്പം വിത്തറിഞ്ഞ് കൃഷി ചെയ്യണം. നമ്മൾ വിത്ത് എങ്ങനെയാണ് ഇടേണ്ടി എന്നുള്ള അതാണ് കൃഷീൻ്റെ യഥാർത്ഥ ഒരു സൂത്രം. നമുക്ക് വിത്തൊരിക്കലും ഒരു വിത്തും അപ്പോൾ നമ്മൾ പച്ചവളമെല്ലാം പാകുമ്പോൾ നമ്മൾ വിത്ത് ആവുന്നേ പാടില്ല, പൊടിക്കൂല, കെട്ടുപോകും. വിത്ത് ഒരു പച്ചമുളകിൻ്റെ വിത്ത് നമ്മൾ ഒറ്റ ഒരു മേടിയ സൈസിൽ ഇട്ടതിന് ശേഷം അത് ഇങ്ങനെ ആക്കുകയും ചെയ്യാവും. ഇത് ചെറുങ്ങനെ നനവിലും പ്രശ്നം തന്നെയാണ്. ചെറിയൊരു നനവ് പച്ചവളമെല്ലാം ഉണ്ടാവും, ഇല്ലേ കെട്ടുപോകും വിത്ത്. അപ്പോൾ കൃഷിക്ക് അങ്ങനെ ചില പലജാതി പ്രശ്നങ്ങളുണ്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവർക്കും അറിയാം കൃഷി ഉണ്ടാക്കുന്ന എടുക്കുന്നത് വിത്ത് അല്ല അതെല്ലാം എല്ലാവർക്കും അറിയാം. നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏത് വിത്തും നമ്മൾ അധികം കുയിൽ ആക്കാണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലോണം കായ് ഫലങ്ങളും എല്ലാം നല്ലോണം കിട്ടും. അപ്പോൾ നമ്മൾ വിത്തിടുന്ന എല്ലാവരും കൃഷി സ്ഥലത്ത് കാണുമല്ലോ എല്ലാവരും. അപ്പം വിഷുവാണ്. അപ്പം വിഷുവിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും അരേത മണിക്കൂർ കൃഷി ചെയ്യുക. അപ്പം പുതുമയെല്ലാം പെയ്ത് ഇനി മഴക്കാലമാണ് വരുന്നൊരു വിഷു കഴിഞ്ഞാൽ മഴ എല്ലാ വിത്തുകളും നമുക്ക് ഇറക്കാം. അപ്പോൾ എല്ലാവരും 1 സെൻറ്റും 2 സെൻറ്റും ഒന്നും നോക്കണ്ട. എല്ലാവരും കൃഷി ചെയ്തിട്ട് നല്ല സന്തോഷവും വരുമാനവും കണ്ടെത്തി മുന്നേറ്റം നടത്തുക. എല്ലാവരും വിദ്യാർത്ഥികളും എല്ലാവരും മുന്നേറ്റം നടത്തിയാലാണ് നമുക്ക് ഇന്ത്യ രാജ്യം നല്ലൊരു സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റുവാനും എല്ലാ പരിപാടിയും എല്ലാവരും മടിച്ചു നിൽക്കാതെ മുന്നോട്ട് നമുക്ക് ഭക്ഷണമാണ് നമുക്ക് പ്രധാനം. ഓക്കെ.